നമസ്കാരം. കരൺ ന്യൂസ് കല്ലൂർക്കാട് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് മാത്യു വർഗീസ്, മഞ്ചേരിയിൽ പാറപ്പുഴ. 2026 മാർച്ച് 8 എറണാകുളം മഹാരാജാസ് കോളേജിൽ നടന്ന ഓൾ കേരള സീനിയർ അത്ലറ്റിക് മീറ്റ് 2026 മത്സരിച്ച് ഏതാനും ഇനങ്ങളിൽ വിജയിച്ച ഒരു ചേട്ടൻ നമുക്ക് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. കരൺ ന്യൂസിന്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. മാത്യു വർഗീസ് എന്ന് പറഞ്ഞ ഈ ചേട്ടനെ ഞാൻ പരിചയപ്പെടാനിടയുള്ള കാരണം ഈ പാറപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് കിങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു ഇനാഗുറേഷൻ ഈ അടുത്ത ദിവസം നടന്നു. അപ്പം ഇതിനോടനുബന്ധിച്ച് ഈ ചേട്ടനെ അവിടെ ആദരിക്കുകയുണ്ടായി. അപ്പോഴാണ് ഈ ചേട്ടൻ ഇങ്ങനെ ഓൾ കേരള സീനിയർ അത്ലറ്റിക് മീറ്റ് 2026 പങ്കെടുത്തു. ഏതാനും ഇനങ്ങളിൽ ഗോൾഡും സിൽവറും ബ്രൗൺസും ലഭിച്ചു എന്നറിഞ്ഞത്. അപ്പം ഈ പ്രായത്തിൽ ഈ ചേട്ടൻ പങ്കെടുത്തത് 85+ കാറ്റഗറിയിലാണ്. അപ്പം ഈ മത്സരത്തിലേക്ക് പോകാനുണ്ടായ കാരണങ്ങളും മത്സരത്തിന്റെ അനുഭവങ്ങളും ഒക്കെ നമുക്ക് ഈ ചേട്ടനോട് ചോദിച്ചറിയാം. നടത്ത മത്സരത്തില് സ്വർണവും 100 മീറ്റർ ഓട്ടത്തില് വെള്ളിയും നേടിയ ശ്രീ മാത്യു വർഗീസ് നല്ലൊരു കർഷകനാണ്. അതുപോലെ തന്നെ കാളയോട്ടത്തിനൊക്കെ താല്പര്യമുള്ളതാണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് നിറഞ്ഞ കൈയോടെ സ്വീകരിക്കാം. ചേട്ടാ, അപ്പം ഈ കരൺ ന്യൂസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുറച്ച് വിശേഷങ്ങൾ നമുക്കറിയാം. ഇപ്പം അത്ലറ്റിക്സ് മീറ്റ്സ്, ഓട്ടവും ചാട്ടവും ഇതൊക്കെയാണല്ലോ സാധാരണ ഉള്ളത്. അപ്പൊ നമുക്ക് സ്കൂൾ ടൈം വെച്ച് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ ഇങ്ങനെ മത്സരങ്ങളൊക്കെ പങ്കെടുക്കുമായിരുന്നു. സ്കൂളില് ഞാൻ ട്രാൻസ്പോർട്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു 100-200 മീറ്ററിലെ ഓട്ടത്തിന് പങ്കെടുത്തു. ഓട്ട മത്സരം എന്ന് ഞാൻ ഓടാൻ പറ്റി. എനിക്ക് 3ാം സ്ഥാനം കിട്ടി. എന്തോ പ്രൈസായിട്ട് ഒരു ചെറിയ കപ്പോ ഏതാണ്ട് നന്നായിട്ടൊരു ഓർമ്മ. 70 വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് ഒരു ചെറിയ പ്രൈസ് കിട്ടി, അതേ ഉള്ളൂ. അതായത് 2025 കലൂർ ഐബ് മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ 75ാം വാർഷികമായിരുന്നു. അന്ന് ഞാൻ വെറുതെ ഇത് കാണാനായിട്ട് അവിടെ പോയതാണ്. പോയപ്പോൾ അവിടെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജോയി എൻ്റെ ചേട്ടൻ്റെ മോനാണ്. ജോയിയൊക്കെ അവിടെ മത്സരത്തിൽ പങ്കെടുത്ത് ഓടാൻ തയ്യാറായി നിൽക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, മത്തച്ച അവിടെ മത്സരത്തിന് നടക്കുവാണ്, ആൾക്കാരൊക്കെ കുറവാണ്, കൂട്ടിനോടെങ്കിൽ ചോദിക്കും എന്ന് പറഞ്ഞു. ഓ, ജോയി അങ്ങനെ പറഞ്ഞിട്ട് ശരി, ഞാൻ കൂടാ. എൻ്റെ പ്രായത്തിലുള്ളവരാരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. വലിയവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കാണാമെന്ന് ഓർത്താണ് ഞാൻ പോയത് തന്നെ. ആരും ഇല്ലായിരുന്നു. അപ്പോൾ അവസാനം ഓടാനായിട്ട് വന്നത് 85+, ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ താഴെയുള്ള പുള്ളി 75-കാരനാണ്. അപ്പോൾ 75-കാരനും ഞാനും കൂടെ ഓടാനായിട്ടാണ് തയ്യാറായിരുന്നത്. ഞങ്ങൾ ഓടി വന്നത് ഫസ്റ്റ്. അപ്പം ആ സ്കൂളില് മത്സരത്തിൽ പങ്കെടുത്തതിന് ശേഷം പിന്നീട് ഈ ഐബ് മെമ്മോറിയൽ സ്കൂളിൽ നടന്ന പരിപാടി അവിചാരിതമായിട്ട് ഈ മത്സരത്തിൽ എത്തപ്പെടുകയായിരുന്നു അല്ലെ? അപ്പം അതിനുശേഷം ഈ എറണാകുളത്ത് നടന്ന ഈ അത്ലറ്റിക് മീറ്റില് എങ്ങനെയാ അതിനകത്തേക്ക് പോകാൻ ഒരു സാധ്യത വന്നെങ്ങനെയാ? പോകാനുള്ളത് എനിക്കൊന്നും അതിനെപ്പറ്റി അറിവില്ലായിരുന്നു. ജോയിയാണ് അറിഞ്ഞത്. ജോയിയുടെ അനിയനൊരു മാറ്റിയുണ്ട്. പുള്ളി എറണാകുളം റെയിൽവേയിൽ ജോലിക്കാരനാണ്. പുള്ളി എല്ലാ പുള്ളി നടത്ത മത്സരമാണ്. എല്ലായിടത്തും പുള്ളി ഡൽഹിയിലും ബോംബെയിലും ഒക്കെ പോയി പലയിടത്തും പ്രൈസ് വാങ്ങിച്ചിട്ടുള്ളതാണ്. ജോയിയുടെ ഓട്ട മത്സരത്തിന് പലയിടത്തും പോയി പ്രൈസ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ജോയിയുടെ കേരളത്തിലാണ് ഞാൻ പോയത്. ജോയി പറഞ്ഞു, ഇങ്ങനെ പോകാം, നമുക്ക് പങ്കെടുക്കാം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ പോകാൻ. അങ്ങനെയാണ് മത്സരത്തിലേക്ക് എത്തപ്പെട്ടത്. അവിടെ ഈ എറണാകുളം മഹാരാജാസ് കോളേജിൽ വന്നു. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പം അത് ഓൾ കേരള ആയതുകൊണ്ട് ഒത്തിരി ആളുകൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അന്നേരം അവിടെ ചെല്ലുമ്പോ ഉണ്ടായ ഫീലിങ്സ് എന്ന് പറഞ്ഞു. പേര് വിളിച്ചു കഴിഞ്ഞപ്പോ 85+ ഉള്ളൊരു 5 പേരേറ്റേ ഉള്ളൂ. അപ്പൊ എന്നോട് കൂടിക്കോ, ധൈര്യമായിട്ടും കൂടിക്കോ, ഏതെങ്കിലും ഒരു പൈസ കിട്ടുമെന്നോട് ഒരു ജോലിയൊക്കെ പറഞ്ഞു. 5 പേരിൽ ഞാൻ കൂടി. ഇനിയിപ്പോ 10 പേരുണ്ടെങ്കിൽ ഞാൻ ഓടാൻ തയ്യാറായിട്ടായിരുന്നു. വലിയ ഓട്ടമൊന്നുമില്ല, ഉള്ള ആരോഗ്യത്തിന് ഓടാൻ നടക്കാനും. അപ്പൊ ഈ മത്സരത്തിലേക്ക് അവരെങ്ങനെയാണ് ഈ മത്സരത്തിലേക്ക് എടുക്കുന്നത്? നമ്മുടെ സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് വെരിഫൈ ചെയ്തിട്ടാണോ? എങ്ങനെയാണ്? സർട്ടിഫിക്കറ്റ് ഒന്നും കൊണ്ടുപോയില്ല. നേരത്തെ ഒരാഴ്ച മുമ്പ് പേര് രജിസ്റ്റർ ചെയ്തിട്ട് സംശയം തീർക്കാൻ വേണ്ടിട്ട് ഐഡന്റിറ്റി കാർഡ് അങ്ങനെ കൊണ്ടുപോയി അത് കാട്ടി കൊടുത്താണ്. അവിടെ ആരാ ഉദ്ഘാടനം നടത്തി അങ്ങനെ വല്ല ഓർക്കുന്നുണ്ടോ? അതൊന്നും ഇല്ല. ഞാൻ എറണാകുളം പോയിട്ടെന്നുള്ളതല്ലാതെ മഹാരാജാ കോളേജ് എവിടെയാന്നൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. എന്നെ കൊണ്ടുപോയി എല്ലാം കണ്ടു. അപ്പൊ അത് ഒരു സിന്തറ്റിക് ട്രാക്കില് അല്ലെ നടന്ന ഒരു മത്സരമാണെന്ന് എനിക്ക് തോന്നുന്നു.
ഞാൻ പണ്ട് അവിടെയുള്ള സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെ നടക്കാനൊക്കെ പോയിട്ടുണ്ടായി. പിന്നീടാണ് അതിന് ശേഷം നവീകരിച്ച് നല്ല രീതിയിലേക്ക് ഗ്രൗണ്ട് വരുന്നത്. അപ്പം നമുക്ക് ആദ്യം പങ്കെടുത്ത ഏത് ഇനത്തിലായിരുന്നു? ആദ്യം നടത്താം. അത് എത്ര? 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ. അപ്പം അത് ഈ ഗ്രൗണ്ടിൽ തന്നെ കണക്കാക്കി 4 റൗണ്ട് വെച്ചായിരുന്നു. 4 റൗണ്ട് അല്ലെ? 4 റൗണ്ട്. അത് എത്ര സമയം കൊണ്ട് ആണ് നടന്നു തീർത്തേന്ന് അങ്ങനെ 9 മിനിറ്റ് 9 സെക്കൻഡ്. 9 മിനിറ്റ് 9 സെക്കൻഡ് കൊണ്ട് അത് ഗോൾഡ് മെഡൽ ആയിട്ട് വിൻ ചെയ്തു. അത് എത്ര പേരായിരുന്നു ഉണ്ടായിരുന്നത്? അത് കൃത്യമായിട്ട് എണ്ണ അറിയില്ല. അപ്പൊ അത് അതിൽ താഴെയുള്ളവർ എല്ലാരും കൂടി ഒരുമിച്ചാണ് നടന്നതേ. അപ്പൊ ഇത് പ്രായമായവരെ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു നിന്നു. അതില് എനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പൊ ഇതിന് വല്ല എന്താ പ്രാക്ടീസോ അങ്ങനെ വല്ലതും ചെയ്തിരുന്നോ? ഒന്നുമില്ല. ഇവിടുന്ന് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും പ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്തതാണ്. 1 കിലോമീറ്റർ പള്ളിയിൽ നടന്നു പോകാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ പ്രാക്ടീസ് ആയിട്ട് എനിക്ക് കാള ഓട്ട മത്സരത്തിൽ ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. കാള കൂട്ടി കഴിഞ്ഞാൽ പാടത്ത് കാള അഴിച്ചു കലപ്പ അവിടെ അഴിച്ചു വെച്ചിട്ട് കാള രണ്ടും കൂടെ ഓടിക്കും. ഞാൻ ഓടിച്ച കണ്ടത്തില് അവിടെ ആയിരുന്നു ഓടിയില്. അങ്ങനെ 2 കോളയും കാളെ ഓടിച്ചു വിടുള്ളൂ. അങ്ങനെ എനിക്കൊരു പ്രോത്സാഹനം ഉണ്ട്, ഒരു പരിചയമുണ്ട്. പിന്നീട് അത് ഗോൾഡ് ആയിട്ട് വിൻ ചെയ്തു. പിന്നെ രണ്ടാമത് നടന്ന മത്സരം ഏതായിരുന്നു? 100 മീറ്റർ ഓട്ടം. 100 മീറ്റർ ഓട്ടം. 100 മീറ്റർ ഓട്ടം. അതും ഈ പറഞ്ഞ രീതിയിൽ ഒത്തിരി ആളുകളൊക്കെ ഉണ്ടായിരുന്നോ? അതിനകത്ത് ഞങ്ങൾ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് എത്ര സെക്കൻഡ് കൊണ്ടാണ് ഓടി തീർത്തതെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. അത് 100 മീറ്റർ ഓട്ടത്തില് വെള്ളി മെഡൽ ലഭിച്ചു അല്ലേ? പിന്നീട് നടന്ന മത്സരം ഷോർട്ട് പുട്ട് അല്ലേ? ഷോർട്ട് പുട്ട് ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു. നേരത്തെ തയ്യാറായിട്ട് വന്നിട്ട് ഷോർട്ട് എറിയുന്നത്. അതിന്റെ ദൂരവും ഒന്നും ഓർമ്മയില്ല അല്ലെ? 5 മീറ്റർ ദൂരം ഷോർട്ട് പുട്ട് എറിഞ്ഞു അല്ലേ? അപ്പം ഇങ്ങനെ ചെറിയ കാലത്ത് സ്കൂളിൽ മത്സരത്തില് പങ്കെടുത്ത ഓർമ്മ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ കല്ലൂർ ഐപ്പ് മെമ്മോറിയൽ സ്കൂളിന്റെ ഈ വാർഷികവുമായിട്ട് അല്ലെ ബന്ധപ്പെട്ട് അവിചാരിതമായിട്ട് മത്സരത്തിലെത്തി. അപ്പം ഓൾ കേരള സീനിയർ അത്ലറ്റിക് മീറ്റ് 2026 എറണാകുളം മഹാരാജാസ് കോളേജിൽ വെച്ച് നടന്ന് പങ്കെടുത്ത ഈ മീറ്റിനകത്ത് വിൻ ചെയ്തല്ലോ. വിൻ ചെയ്യുമ്പം നമ്മളിപ്പം ഒരു പ്രോഗ്രാമിനകത്ത് നമ്മളൊരു പൊതുവായിട്ട് നടന്ന ഒരു പ്രോഗ്രാമത്തിൽ നമ്മളൊരു വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ സ്റ്റാർ ആണ്, അല്ലെങ്കിൽ അതിന് നമ്മൾ ടോപ്പാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രഥമ ആളാണ് എന്ന നിലയിൽ ഇപ്പം ചേട്ടൻ ഇങ്ങനെ അവിചാരിതമായിട്ട് ഈ സ്പോർട്സിൽ വന്നു, ഇതിനകത്ത് വിൻ ചെയ്തു. അപ്പം ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രായമുള്ള ആളുകൾ ഇപ്പൊ എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്. അപ്പൊ എന്തെങ്കിലും, അതായത് പ്രായമുള്ള ആളുകൾ എന്തെങ്കിലും ഒരു സ്പോർട്സ് ഐറ്റം ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഈ രോഗങ്ങളൊക്കെ കുറവുണ്ടെന്ന് ഒരു അനുഭവമായിട്ട് പറയാൻ പറ്റും. അത് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. നമ്മുടെ ഇത്രയും പ്രായമായ ആൾക്കാർ ഓടുകയോ നടക്കുക എന്നൊക്കെ ചെയ്താൽ നമ്മുടെ അത് ആരോഗ്യത്തിന് നല്ലതാണ്. ചെറിയ രീതിയിലുള്ളതായ അസുഖങ്ങളൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുമാറാനും നല്ല കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം പിന്നെ വീട്ടിൽ വേറെ എങ്ങനെ സ്ഥലമൊക്കെ ഉണ്ടോ? കുറച്ചൊക്കെ സ്ഥലമുണ്ട്. അപ്പം ചെറുപ്പത്തില് എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? 8ാം ക്ലാസ് വരെ അന്ന് പഠിച്ചു. 8ാം ക്ലാസ് ഏത് വർഷം പഠനം നിർത്തുന്നതെന്ന് ഓർക്കുന്നുണ്ടോ? നിർത്തിയത് എന്നാന്ന് ഓർക്കുന്നുണ്ടോ? 56 55 ഞാൻ പഠിച്ചു. പിന്നീട് വീട്ടിലുള്ള കാർഷിക പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോയി. അപ്പൊ എന്നൊക്കെ കൃഷിയാ വീട്ടിലുള്ള? വീട്ടില് കൂടുതലായിട്ട് നെൽകൃഷിയായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പം അതുപോലെ ആദായമായിട്ട് എല്ലാം കൊണ്ട് നെൽകൃഷിയാണ്. അപ്പൊ അന്നുള്ള പാടങ്ങള് എല്ലാം കുത്തിയരത്തി പാടങ്ങളാക്കി കൃഷി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അതില് കാളകൂട്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അന്ന് ഇങ്ങനെ ഈ കൊയ്ത്തുത്സവത്തോടനുബന്ധിച്ച് നമ്മള് കാളകൂട്ട്, കാളയടി, അങ്ങനെയുള്ള ചെടിയിലോട്ട് അങ്ങനെയുള്ള എല്ലാവരുടെ ഒരു വീട്ടിലൊരു കാള ഉണ്ടായിരുന്നു. 2 പേരെ കണ്ടുകൊണ്ടവന് ഒരു ഒറ്റക്കാളയെങ്കിലും ഉണ്ടായിരുന്നു. വേറെ 2 പേരോ 3 പേരോ കണ്ടുകൊള്ളവനുമായിട്ട് പങ്കുകൂടുമായിരുന്നു. 2 കാളയില്ലാതെ കൊണ്ട് ഒട്ടുകൊണ്ട് കൂടില്ല. കാളയില്ലെങ്കിൽ അന്ന് കൃഷിയില്ല. പിന്നെ നമുക്ക് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചേട്ടനെ കണ്ടിട്ട് ചേട്ടന്റെ ഒരു ആരോഗ്യവും ആ പ്രസ്ഥിതിപ്പും അത് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രായം അവിടെ നിൽക്കുക. നമ്മള് ആ പ്രായം എബോ 85 എന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്നിട്ട് ആ ചേട്ടൻ എനിക്ക് സ്റ്റിൽ യങ് ആയിട്ട് തന്നെയാണ് ആ ചേട്ടന്റെ ആ ഒരു ഇതും സംസാരവും സ്കിൻ ടോണും എല്ലാം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്.
അപ്പം ഇപ്പോഴുള്ള ഒരു ന്യൂജൻസ് പിള്ളേരെ ഏറ്റവും കൂടുതൽ കുട്ടികൾ കഴിക്കുന്നത് എന്ന് വെച്ചാൽ മന്തി, മയോണൈസ് അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പം ഈ ചേട്ടൻ ആ കാലഘട്ടത്തിൽ നിന്ന് വന്ന ആളാണ്. അപ്പം നമ്മുടെ ചുറ്റുപാട്, അതായത് നമ്മുടെ പ്ലാവ്, തേങ്ങ, മാങ്ങ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ നിന്ന് നമ്മൾ കൂടുതൽ കഴിച്ച് ശീലിച്ചു വന്ന ഒരു ആഹാര രീതിയിൽ നിന്നും ഇപ്പൊ മാറിയിട്ടുണ്ടല്ലോ. ഇപ്പൊ മാറി കഴിഞ്ഞപ്പം ഇപ്പൊ വന്ന ഭക്ഷ്യ വിഭവങ്ങളോട് എങ്ങനെയാണ് ചേട്ടൻ പ്രതികരിക്കുന്നത്? നമ്മൾ കാരണന്മാരായിട്ട് കഴിഞ്ഞു പോന്നിരുന്ന ഭക്ഷണ സാധനങ്ങൾക്കൊന്നും പ്രത്യേകമായ വിഷകാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സ്വയം കൃഷി ചെയ്ത് അവനവൻ്റെ പറമ്പിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷ്യസാധനങ്ങളാണ് നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് എന്ത് ഭക്ഷണം മേടിച്ചാലും അതിനകത്ത് വിഷം ഉണ്ടെന്നുള്ളതാണ് പറയാറുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഭക്ഷണങ്ങൾ കഴിക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരാരും ബേക്കറി സാധനങ്ങൾ അവർക്ക് മതി. വീട്ടിലുണ്ടാകുന്ന പഴമോ ചക്കയോ മാങ്ങാപ്പഴമോ ഇതൊന്നും അവർക്ക് വേണ്ട. അങ്ങനെയാണെന്ന് കഴിഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് അനുഭവങ്ങൾ ചെറുപ്പത്തിൽ പറയാനുണ്ടോ? പ്രത്യേകിച്ച് ഈ കാളയെ പറ്റിയുള്ള കാര്യങ്ങൾ, കാളയെ ഓട്ട മത്സരത്തിൽ ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. എനിക്ക് അതിന് ഒരുപാട് പ്രൈസൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. PG ജോസഫ് സാറിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരുപാട് പ്രൈസ് വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ എനിക്ക് ആട് കൃഷി ഉണ്ടായിരുന്നു. ആട് 95-ലായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ തോന്നുന്നത്. അവിടെ ഗാന്ധിജി സ്റ്റഡി സെന്റർ തൊടുപുഴ കാർഷിക മേള, അത് ഞാൻ എല്ലാത്തിനും പങ്കെടുക്കാറുണ്ടായിരുന്നു. അബു പറഞ്ഞല്ലോ. അത് ഞാൻ എല്ലായിടത്തും എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ടായിരുന്നു. ആടുണ്ടായിരുന്നു. എനിക്ക് മുട്ടനാടും പട്ടയാടും ഉണ്ടായിരുന്നു. 100 കിലോയുടെ മുകളിലുള്ള മുട്ടനാടുണ്ടായിരുന്നു. ആ സ്പീച്ച് ഡെലിവറിയിൽ അബുസാദ് പറഞ്ഞായിരുന്നു, പുള്ളിക്കാരന്റെ ചെറുപ്പകാലവും സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ചെളിയെ ഉരുണ്ടിട്ട് പോയെന്നൊക്കെ പറഞ്ഞ് വളരെ വൈകാരികമായിട്ട് തന്നെ സംസാരിച്ചായിരുന്നു. അപ്പൊ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കാളയോട്ട മത്സരത്തിന് എനിക്ക് ഒരുപാട് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു 10-13 എടുത്തു വെച്ച് എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അന്ന് ഞങ്ങൾ നല്ല കാളയെ മേടിക്കുമായിരുന്നുള്ളൂ. എൻ്റെ കൂട്ടുകാരൻ സോജൻ തൈലപ്പുള്ളിലെ ഞങ്ങൾ രണ്ടുപേരും നല്ല കാള മേടിക്കാനായിട്ട് കൊട്ടാരക്കര പോയി 3-4 കോടി കാള പല പ്രാവശ്യം കൊണ്ടുവന്ന് ആ കാളി കൂടിയാണ് എനിക്ക് സമ്മാനം. ഞാനിപ്പോ അടുത്തായിട്ട് കുറെ എനിക്ക് പ്രോഗ്രാമിൽ ഈ പങ്കെടുക്കാൻ പറ്റി. ഞാൻ കാക്കൂര് കാളവയിൽ പോയായിരുന്നു. പിന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം 7-ാം തീയതി ഇവിടെ കിങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അവിടെ എല്ലാം ഞാൻ പങ്കെടുക്കാറുണ്ട്. എനിക്ക് കാളയോ കൂട്ട മത്സരത്തിനിടയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇതാണ് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാളയുടെ ആ ഒരു വന്യതയും പിന്നെ അവിടുത്തെ ചെളിയുടെ മണമില്ല, അതൊരു വല്ലാത്തൊരു ഇതാണ്. നമ്മള് പണ്ട് കാലത്ത് ഈ പന്തൊക്കെ കളിക്കുമ്പോൾ ചെളിയിലൊക്കെ കിടന്നു പറഞ്ഞ് അത് ഈ പറഞ്ഞതിൽ എല്ലാവർക്കും ഒരു ഗ്രഹാതുരത്വത്തിന്റെ ഒരു ഇത് തന്നെയാണ്. നമുക്കത് ഒഴിച്ചുവിടാൻ കഴിയാത്ത ഒരു കാലത്ത് ആയിരുന്നു. കൊയ്ത്തുത്സവത്തിന്റെ ഭാഗം കൂടിയായിരുന്നു. അപ്പൊ ഈ ചേട്ടന് ഇപ്പം മാർച്ച് 8-ാം തീയതി എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ നടന്ന ഈ ഓൾ കേരള സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് ഇവിടെ മത്സരിച്ചു. 1 കിലോമീറ്റർ നടത്ത മത്സരത്തില് ഈ ചേട്ടന് സ്വർണ്ണ മെഡൽ കിട്ടി. 100 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡലും കിട്ടി. പിന്നെ ഷോർട്ട് പുട്ടിന് ചേട്ടന് വെങ്കല മെഡലും കിട്ടി. അപ്പം ഇതിൽ നിന്ന് എനിക്ക് സംസാരിച്ച് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം ഞാനൊരു തെറ്റായിട്ടല്ല പറയുന്നത്. നമ്മൾ ഓരോ തലമുറയിലും നമ്മൾ ആ തലമുറയിലുള്ള പിള്ളേർ, ആ തലമുറയിലുള്ള ശീലങ്ങളാണ് കൂടുതലായിട്ട് പോകുന്നത്. അപ്പം ഈ ചേട്ടൻ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ചേട്ടന് പറഞ്ഞ പോലെ തന്നെ ഈ ചേട്ടന് പശു വളർത്തലുണ്ട്, പാലിൻ്റെ ഇതുണ്ട്, പിന്നെ ചെറിയ രീതിയിൽ കൃഷികളും ഉണ്ട്. പിന്നെ അതിലുപരി എനിക്ക് ചേട്ടനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എബോ 85 ചേട്ടൻ ഒരിക്കലും പറയില്ല. ചേട്ടൻ്റെ സംസാരവും എല്ലാം ഒരു ചെറുപ്പം നിലനിർത്തുന്ന ചെറുപ്പക്കാരൻ്റെ രീതിയിലുള്ളതാണ്. അപ്പം നമ്മൾ കഴിയുമെങ്കിൽ നമ്മൾ കാലത്തെണിച്ച് ഓടുകയോ ചാടുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ശീലങ്ങൾ വളർത്തിയെടുക്കുക. പിന്നെ കൂടാതെ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കുറേ ഭക്ഷണം നമ്മൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ചേട്ടാ, നന്ദി.